മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പലപ്പോഴും നമ്മളിൽ പലരും പലരോടും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാ സാറേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ജന്മം ലഭിച്ചത്? അല്ലെങ്കിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, വിരൂപനായി ജനിക്കുന്നത്, അംഗവൈകല്യത്തോടുകൂടി ജനിക്കുന്നത്, ഈ ജന്മത്തിൽ ഞാൻ ഒരു തരത്തിലുള്ള തിന്മകളും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ധാരാളം പേരുണ്ട്. നമ്മളുടെ തന്നെ വളരെയധികം അടുത്തറിയാവുന്ന ചില വ്യക്തികളുടെ അവരുടെ മക്കൾക്ക് പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റീസ് എല്ലാം വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഉള്ളതായിട്ട് എനിക്കറിയാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവര് ധാരാളം പേര് എന്നെ വിളിക്കാറുമുണ്ട്. അവരുടെ ദുഃഖം അറിയിക്കാനും ഏതെങ്കിലും വിധത്തില് ആശ്വാസവാക്കുകൾ ലഭിക്കുമോ എന്ന് പരിശോധിക്കാനുമാണ് സാധാരണ വിളിക്കാറുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ ഏത് കാര്യത്തിൻ്റെയും പുറകിലൊരു കാരണമുണ്ട് എന്ന് ഭാരതീയ ആത്മീയതയും ആധുനിക ശാസ്ത്രവും പറയുന്നുണ്ട്. കോസ് ആൻഡ് ഇഫക്റ്റ്. ഇപ്പൊ ഏതൊരു കാര്യത്തിൻ്റെയും പുറകിലൊരു കാരണം ഉണ്ടെങ്കിൽ ആ കാരണം ഒരുപക്ഷെ സയൻസിനോ അല്ലെങ്കിൽ നല്ല ബുദ്ധിമാനായിട്ടുള്ളൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ അത്യന്താധുനികമായ ശാസ്ത്ര സംവിധാനത്തിനോ ആ കാരണം ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയത് വരില്ല. പക്ഷേ ഒരു കാര്യത്തിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ടെങ്കിൽ ഒരു വ്യക്തി പ്രശ്നസങ്കീർണമായ ശരീരത്തോടു കൂടിയോ മനസ്സോടുകൂടിയോ ഭൂമിയിൽ ജനിക്കുന്നു എങ്കിൽ അത് ആ വ്യക്തിയുടെ അച്ഛനും അമ്മയും അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ആയിരിക്കില്ലല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അതിന് നമ്മളുടെ ഭാരതീയര് പറയുന്ന ഒരു വാക്കുണ്ട്, മുജ്ജന്മ സുകൃതം, മുജ്ജന്മ ദുഷ്കൃതം, മുജ്ജന്മ കർമ്മബലം എന്നെല്ലാം സുദീർഘമായ പ്രഭാഷണങ്ങളിലൂടെ ഞാനിത് വിവരിച്ചിട്ടുണ്ട്. നിരന്തരം ഇതേപോലെയുള്ള വ്യക്തികളെ കാണുമ്പോൾ ഒരു 5-6 മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് വീണ്ടും വിവരിക്കണമെന്ന് തോന്നാറുമുണ്ട്. കാരണം ധാരാളം ഉത്തരങ്ങളുണ്ട്, അതിന് ചോദ്യങ്ങളില്ല. ഈ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ, കാരണം എന്താണെന്ന് അറിയണ്ടേ. കാര്യം നേരിൽ കാണുന്നു, അതിന്റെ കാരണം എന്താണ്? ശരിക്ക് മുജ്ജന്മ സുകൃതം, മുജ്ജന്മ ദുഷ്കൃതം, മുജ്ജന്മ കർമ്മബലം എന്ന് പറയുമ്പോൾ നമ്മുടെ സർ ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്ത പ്രകാരം തന്നെ, അല്ലെങ്കിൽ രാമായണം എഴുതിയ വാൽമീകി മഹർഷിയുടെ പൂർവാശ്രമത്തിലെ ഭാര്യ പറഞ്ഞത് പ്രകാരമാണെങ്കിലും, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു കർമ്മത്തിനും ആ കർമ്മത്തിന് ആരംഭമുണ്ടെങ്കിൽ കർമ്മത്തിന് അവസാനമുണ്ട്. ഏതൊരു കർമ്മത്തിനും സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്ങും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ടും റിവാർഡും വരുന്നത്. അപ്പോ ആക്ഷന് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ടെങ്കിൽ ആക്ഷൻ ഇന്റഗ്രേറ്റഡ് ആണ്, ഹോൾസം ആക്ഷനാണ്. ഇനി റിയാക്ഷന് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേണ്ടേ? അപ്പൊ സ്റ്റാർട്ടിങ് ഉണ്ട്, എൻഡിങ് വന്നില്ല എന്ന് വിചാരിക്കുക. റിയാക്ഷൻ കിട്ടുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക. അതിനിടയ്ക്ക് ഈ വ്യക്തി മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ റിയാക്ഷൻ എവിടെയാ ഉണ്ടാവുക? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പൊ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങള്, ചെയ്ത കർമ്മങ്ങള്
ആ കർമ്മത്തിന് ആരംഭവും അവസാനവും ഉണ്ടെങ്കിൽ കർമ്മം ചെയ്തു കഴിഞ്ഞു. അത് താൻ അനുഭവിക്കണമെങ്കിൽ അനുഭവിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേണമല്ലോ. ആ സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോലും ഉണ്ടാകാതെ ഈ വ്യക്തി മരിച്ചു എന്ന് വിചാരിക്കാം. അനുഭവിക്കാൻ പറ്റാതെ മരിച്ചു എന്ന് വിചാരിക്കാം. നല്ലോണം പാട്ട് പഠിച്ച വ്യക്തി പാട്ടുപാടി സമൂഹത്തിന്റെ മുമ്പിൽ അംഗീകാരം നേടുന്നത് വരെ ജീവിച്ചില്ലെന്ന് വിചാരിക്കാം. ആ പാട്ട് പഠിച്ച് ധന്യമായിട്ട് ജീവിച്ചതിൻ്റെ പഠന പ്രക്രിയ ഏതാണ്ട് കഴിഞ്ഞു എങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ അയാൾക്ക് കിട്ടണ്ടേ? ആസ്വാദ്യപരമായിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് അവതരിപ്പിച്ച് ആ കർമ്മത്തിൻ്റെ പ്രതിഫലം അനുഭവിക്കണ്ടേ? അതിനു മുമ്പ് മരിച്ചുപോയാൽ എന്തു ചെയ്യും? അങ്ങനെ കുറേ ദുഷ്ടകർമ്മങ്ങൾ ചെയ്തു. ആ ദുഷ്ടകർമ്മങ്ങൾ അഥവാ ദുഷ്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ശിക്ഷ, പ്രതിഫലം അനുഭവിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചുപോയി വിചാരിക്കാം. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം? സത്കർമ്മങ്ങൾ ചെയ്തു, ദുഷ്കർമ്മങ്ങൾ ചെയ്തു, അതിൻ്റെ ഫലവും പ്രതിഫലവും അനുഭവിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി പോയാൽ ആ വ്യക്തി അതിൻ്റെ പ്രതിഫലം അത് എപ്പോഴാണ് അനുഭവിക്കുക? അതിനെന്താ ഉത്തരം പറയുക? നമ്മൾ സാധാരണ രീതിയിൽ അടുത്ത ജന്മത്തിൽ മുജ്ജന്മ വാസനയായിട്ട്, വാസന എന്ന വാക്കിന് സ്മെൽ എന്നുള്ളതല്ല അർത്ഥം, വസിക്കുന്നത് DNA-യിലോ RNA-യിലോ മെസഞ്ചർ RNA-യിലോ, മെസഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദേശവാഹകൻ, കഴിഞ്ഞ ജന്മത്തിൻ്റെ സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും കർമ്മഫലവുമായിട്ട് ഒരു മെസഞ്ചർ അടുത്ത ജന്മത്തിലേക്ക് വരുന്നു എന്ന് അർത്ഥമെടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ അയാളിൽ വസിക്കുന്ന പൂർവജന്മ കർമ്മവാസനകള്, ഫലങ്ങള്, പ്രതിഫലങ്ങള് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. Opposite reaction is to be experienced, then only it will be completed. Before experiencing that, if that fellow has passed away, then naturally it is to be experienced in the next birth. എന്നല്ലേ നമ്മൾ പറയാ? അപ്പോ കഴിഞ്ഞ അനവധി ജന്മങ്ങളിലെ, ഒരുപക്ഷെ ഒരു ജന്മത്തിലെ ആയിരിക്കണമെന്നില്ല, അനവധി ജന്മങ്ങളിലെ കർമ്മഫലങ്ങള് എങ്ങനെയാ അടുത്ത ജന്മത്തിലേക്ക് ക്യാരി ഓവർ ചെയ്യാം? ആരാ കാരിയറായിട്ടിരിക്കുക? ശരിക്ക് ഭാരതീയ വീക്ഷണ പ്രകാരം ആത്മാവാണ്. ആത്മാവിനെ കാണാൻ സാധിക്കില്ല. ഇതോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് ഈ ആത്മാവ് എന്താണെന്ന് മനനം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാനും സാധിക്കില്ല. അങ്ങനെയുള്ള ഒന്ന് ഒരു കാരിയറായിട്ട് കഴിഞ്ഞ ജന്മത്തിലെ ഏത് ശരീരത്തിലാണോ നിലനിന്നിരുന്നത് ആ ശരീരത്തിൽ നിന്ന് ഈ കർമ്മഫലം അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല, അത് വീക്ഷിക്കാൻ സാധിക്കില്ല. വാക്കുകൾ കൊണ്ട് വിവരിക്കാനോ വീക്ഷിക്കാനോ കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ സാധിക്കാത്തത് കൊണ്ട് അതില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നയാഗ്ര വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് നയാഗ്ര വെള്ളച്ചാട്ടം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നയാഗ്ര വെള്ളച്ചാട്ടത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല, അതുകൊണ്ട് ആ സാധനം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ആത്മാവ് കഴിഞ്ഞ ജന്മം വരെ ചെയ്ത സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചു തീർക്കാത്തത് ക്യാരി ഓവർ ചെയ്ത് അത് അനുഭവിക്കാൻ പറ്റിയ ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു. ശരീരമല്ല ആത്മാവിനെ തിരഞ്ഞെടുക്കുന്നത്, ആത്മാവാണ് ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത്. ഈ കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിൽ അനുഭവിച്ച് തീർക്കാത്തതിനെ നമ്മൾ സഞ്ചിത കർമ്മഫലം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സഞ്ചിയിലാക്കി കൊണ്ടുവരുന്നത് നല്ലൊരു വാക്കാണ്. അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു സഞ്ചിയില്, സഞ്ചിത കർമ്മഫലം. അപ്പൊ അതനുഭവിക്കാൻ പറ്റിയ ഒരു ശരീരത്തിനെയാണ് ഈ ജന്മത്തിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോ കഴിഞ്ഞ ജന്മം വരെ കുറെ വ്യക്തികളെ അന്ധരാക്കിയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി അതിന്റെ കർമ്മഫലം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ജന്മത്തിൽ എങ്ങനെയായിരിക്കും ജനിക്കുക?
കഴിഞ്ഞ ജന്മത്തിൽ കുറെ പേരെ അന്ധരാക്കാൻ വേണ്ടി സഹായിച്ച, ദുഷ്കർമ്മങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തി അതിന്റെ ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചിട്ടില്ല. അപ്പൊ ഈ ജന്മത്തിലേക്ക് അയാളുടെ ആത്മാവ് ആ കർമ്മഫലവും പേറി ഇങ്ങോട്ട് വരുമ്പോ ഏത് തരത്തിലുള്ള ശരീരത്തെ ആയിരിക്കും തിരഞ്ഞെടുക്കുക? ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് ചിന്തയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ കുറേ സത്കർമ്മങ്ങൾ ചെയ്തു. ആ സത്കർമ്മങ്ങൾ മുഴുവൻ അനുഭവിച്ച് തീർക്കാൻ സാധിച്ചില്ല. അത് ഈ ജന്മത്തില് നല്ല ശ്രേഷ്ഠമായ ശ്രേയസ്കരമായ ഒരു കുടുംബത്തിൽ ജനിച്ച്, അല്ലെങ്കിൽ യോഗികളുടെ തന്നെ കുടുംബത്തിൽ ജനിച്ച്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നന്മകളുടെ എല്ലാം ഓർമ്മകൾ മനസ്സിലുണ്ടായി. ആ ഓർമ്മകളിലൂടെ വീണ്ടും വീണ്ടും കൂടുതൽ നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്മരണയുണ്ടായി. വളരെ ഉയർന്ന ലെവലിലേക്ക് എത്തുന്നു എന്ന് ഭഗവാൻ കൃഷ്ണൻ 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് 2006 ബ്രയൻ എൽ വൈസ് ആത്മാവിന്റെ 6 ലെവലിനെ കുറിച്ച് വിവരിച്ചതും തമ്മിൽ വളരെ യോജിക്കുന്നു. എങ്കിൽ ഈ മുജ്ജന്മ കർമ്മഫലം, പൂർവജന്മ സുകൃതം, പൂർവജന്മ ദുഷ്കൃതം, ജന്മവാസന, ഈ പ്രയോഗങ്ങളെല്ലാം വളരെ സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലേക്ക് എത്തുന്നു നമ്മൾ. അപ്പൊ നമ്മളിങ്ങനെ ആവാൻ കാരണം നമ്മുടെ അച്ഛനമ്മമാരുടെ മാത്രം പ്രത്യേകതയായിരുന്നു എങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് ജനിക്കുന്ന 4, 5, 6, 7 കുട്ടികളെല്ലാം ഒരേപോലെ ആകേണ്ടിയിരുന്നു. ഒരേപോലെ ആകേണ്ടിയിരുന്നു. കാരണം അച്ഛനമ്മമാരുടെ ബീജവും അണ്ടവും ഒരേപോലെ ഉള്ളതാണെങ്കിൽ പിന്നെ എന്താ വ്യത്യാസം? ഒരാൾ ഒന്നായിത്തീരുന്നു, മറ്റേ വേറൊന്നായിത്തീരുന്നു. അപ്പൊ ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് എന്താ ഉത്തരം പറയാ? പൂർവജന്മ സുകൃതം, പൂർവജന്മ ദുഷ്കൃതം, മുജ്ജന്മ സുകൃതം, മുജ്ജന്മ ദുഷ്കൃതം, മുജ്ജന്മ വാസന എന്ന വാക്ക്. ഈ ജന്മത്തിൽ ചെയ്തതോ അതും ഒരു തുടർച്ചയാണ്. ശരിക്ക് ജനനം മുതൽക്ക് ഇന്ന് വരെ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മമുണ്ട്. ആർജിത കർമ്മഫലം, അക്വയേർഡ് കർമ്മഫലം. ഇത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് പോവാണ്. ഏത് ചെറിയ കർമ്മത്തിനും കർമ്മത്തിന്റെ ഫലവും പ്രതിഫലവും ഉണ്ട്. നല്ലോണം പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. പഠിച്ച ദിവസം തന്നെ മാർക്ക് കിട്ടിയെന്ന് വരില്ല. നല്ലോണം പഠിച്ച് എക്സാമിനേഷൻ എഴുതി അതിന്റെ പേപ്പർ വാല്യുവേറ്റ് ചെയ്തിട്ട് ആ പേപ്പറിന്റെ റിസൾട്ട് മാർക്കായിട്ട് പുറത്തേക്ക് വരണം. അപ്പോഴും മുഴുവനായില്ല. ആ മാർക്ക് കൊണ്ട് അടുത്ത അഡ്മിഷൻ കിട്ടി, അവിടെയും നല്ല മാർക്ക് മേടിച്ച് ആ മാർക്ക് കണ്ട് ഏതെങ്കിലും കമ്പനിയിൽ നല്ല രീതിയിൽ ഒരു പൊസിഷനിലെത്തി ആ പൊസിഷനിൽ വീണ്ടും വീണ്ടും ഉയരുന്ന ലെവലിലേക്കാണ് ആർജിത കർമ്മഫലം പോകുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയതോടുകൂടി കർമ്മഫലം കിട്ടിയെന്ന് പറയാൻ സാധിക്കില്ല. അതൊരു ഡ്യൂറേഷനിലൂടെ നിരന്തരം ലഭിക്കുന്നതാണ്. അതുപോലെയാണ് സഞ്ചിത കർമ്മഫലവും. ചെയ്ത പ്രവൃത്തിക്ക് അപ്പം തന്നെ ഫലം കിട്ടുക അത് ഇമ്പോസിബിളാണ്. അപ്പോ സഞ്ചിത കർമ്മഫലം എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മം വരെയുള്ള ജന്മങ്ങളിൽ പുനർജന്മം ഉണ്ടെന്നും റീബർത്ത് ഉണ്ടെന്നും അസന്നിഗ്ധമായിട്ട് സമൂഹം അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പോ ശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടി അംഗീകരിച്ചിരിക്കുന്നു. യുക്തിവാദികൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. അപ്പോ ആ പുനർജന്മം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അമ്മയെ തിരഞ്ഞെടുക്കാനും അച്ഛനെ തിരഞ്ഞെടുക്കാനും ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാനും ഏത് വീട്ടിലെ, ഏത് ഗ്രാമത്തിലെ, ഏത് ജില്ലയിലെ, ഏത് സംസ്ഥാനത്ത്, ഏത് രാജ്യത്ത് ജനിക്കണമെന്ന് തീരുമാനിക്കാനും അത് നമ്മളുടെ ശരീരപ്രകൃതി വെളുത്ത തൊലി വേണോ കറുത്ത തൊലി വേണോ എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ആ സ്വാതന്ത്ര്യത്തിന് നമുക്ക് പരിമിതി ഉണ്ടെങ്കിൽ ആരോ ഒരാൾ തീരുമാനിച്ചിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടുന്നതെങ്കിൽ ആ തീരുമാനിച്ച ആളുടെ തീരുമാനത്തിന്റെ പുറകിലുള്ള ക്രൈറ്റീരിയ അതെന്താണെന്ന് ചോദിച്ചാൽ കർമ്മഫലം തന്നെ. ഇപ്പൊ കഴിഞ്ഞ ജന്മം വരെ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ച് തീർക്കാത്തത് കുറേയൊക്കെ അനുഭവിച്ച് തീർക്കാൻ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ച് തീർക്കാത്തതും കൂടി ചേർത്ത് ആർജിത കർമ്മഫലം സഞ്ചിത കർമ്മഫലവുമായി ചേർന്ന് നേരെ അടുത്ത ജന്മത്തിലേക്ക് പുനരഭിജനനം പുനരഭിമരണം ജാതസ്യ ഹി ധ്രുവോർമൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചാൽ മരണമുണ്ട് അർജുന,
മരിച്ചാൽ പുനർജന്മവുമുണ്ട് അർജുന എന്ന് വിവരിക്കുന്ന വിധത്തില് നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മളുടെ പ്രായമായ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പറഞ്ഞിരുന്നതെല്ലാം കൂടി ചേർത്ത് ആധുനിക ശാസ്ത്രത്തിന്റെ തെളിവുകളും കൂടി മുമ്പിൽ വെക്കുമ്പോൾ സഞ്ചിത കർമ്മബലവും ആർജിത കർമ്മബലവും അതനുസരിച്ചിട്ടുള്ള ജീവിതവും എല്ലാം യാഥാർത്ഥ്യമായി തീരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ എല്ലാത്തിൻ്റെയും നല്ലതാണെങ്കിൽ നല്ല ഫലവും, തിന്മ നിറഞ്ഞതാണെങ്കിൽ അതും നമ്മൾ അനുഭവിച്ചേ തീരുമെന്ന് ഓർമ്മിക്കുക. പ്രണാമം, നമസ്കാരം.